ഹായ് ഫ്രണ്ട്സ്, കേരള PSC LDC LGS 2024 അതിൽ LDCൻ്റെ ഡേറ്റൊക്കെ വന്നു. തിരുവനന്തപുരത്ത് ജൂലൈയിലാണ്. ഒക്ടോബർ വരെ എക്സാമുകളുണ്ട് വ്യത്യസ്ത ജില്ലകളിലേക്കായിട്ട്. ഇതിൽ രണ്ടിലും നിങ്ങൾക്കറിയാം മാത്സിൽ മാർക്കുകളുണ്ടല്ലേ. ആ മാത്സിലെ മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമുള്ള വഴിയാണ് മുൻകാല ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ 2000 മുതൽ 2023 വരെ തന്നെ 30-ലധികം ചോദ്യപേപ്പറുകൾ നമുക്ക് ലഭ്യമാണ്. അതിലെ മുഴുവൻ മാത്സ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പരിശീലിച്ചാൽ തന്നെ നിങ്ങൾക്ക് മാത്സിൽ നല്ല മാർക്ക് ലഭിക്കും. മാത്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഒരു പങ്ക്തിയാണിത്. നമ്മൾ മലയാളത്തിൻ്റെതുപോലുണ്ട്, ഇംഗ്ലീഷിൻ്റെതുപോലുണ്ട്, ജനറൽ നോളജിൻ്റെതുപോലുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു റിവിഷനാണ്, പഠിക്കേണ്ടത് ഏത് ഭാഗമാണ്, നിങ്ങൾക്ക് ഏത് ഭാഗമാണ് മോശം എന്നൊക്കെ അറിയാൻ സാധിക്കും. ഇത് കൂടാതെ നമുക്ക് ഫുൾ സിലബസും കവർ ചെയ്യുന്ന കോഴ്സ് നടക്കുന്നുണ്ട്. ആ കോഴ്സ് 1.5 വർഷത്തേക്കാണ്. അപ്പോൾ ഈ LDC കഴിഞ്ഞാലും നിങ്ങളുടെ പ്രിപ്പറേഷൻ നിർത്തണ്ട, പ്രിപ്പറേഷൻ തുടർന്നുകൊണ്ടിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ കൃത്യമായി വളരെ ടാർഗറ്റായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് 10th ലെവൽ എക്സാം ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. ഈ എക്സാം തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരും. പക്ഷേ അത് പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത ഒരു എക്സാമിന് വരെ നീളുന്ന ആ കാലയളവ് കൊണ്ട് ഇത് കൃത്യമായിട്ട് മുഴുവൻ പഠിച്ചെടുത്ത് പോകാവുന്നതാണ്. ഇനിയും നമുക്ക് സമയമുണ്ട് പഠിച്ചെടുക്കാൻ. ഞാൻ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നല്ല, പക്ഷേ നമ്മുടെ കോഴ്സ് 1.5 വർഷത്തേക്കുണ്ട്. ആ 1.5 വർഷത്തെ കാലാവധിയുള്ള കോഴ്സിന് വെറും 2000 രൂപ മാത്രമാണ്. ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്. സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് നമ്മുടേത്. അതുപോലെ തന്നെ മൊഡ്യൂളുകളും ലേണിംഗ് പ്ലാനുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളവർ കോഴ്സിലേക്ക് ചേരണമെന്നുള്ളവർ 8075963937 എന്നുള്ള ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. 3/12 എത്ര കൂട്ടിയാൽ 1 കിട്ടും? ഈ 3/12 എത്ര കൂട്ടിയാൽ 1 കിട്ടും? ഇതൊരു ഭിന്നസംഖ്യയാണല്ലേ. എന്താണ് ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ പാർട്ടും വോളും ആണ്. അതായത് ഒരു തരത്തിൽ ഇങ്ങനെ ചിന്തിക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, ഒരു വലിയ ബിസ്ക്കറ്റ്. ആ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കേക്ക് ഉണ്ട്. നിങ്ങളൊരു യാത്ര പോവുകയാണ്, ഇപ്പം ഭക്ഷണം കുറവാണ്, അന്നൊരു ബന്ധാണെന്ന് വിചാരിക്കുക. അപ്പം ആ കേക്ക് നിങ്ങൾ 12 പേരും ഭാഗിക്കാൻ തീരുമാനിച്ചു. അപ്പം നിങ്ങളത് എത്രയായിട്ട് ഭാഗിച്ചു? 12 എണ്ണമായിട്ട് ഭാഗിച്ചു. അതാണ് ഒരു വോളിനെ, ഒരു മുഴുവൻ ഭാഗത്തെ എത്ര ഭാഗമായിട്ട് ഭാഗിച്ചിട്ടുണ്ട്? 12 ഭാഗമായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ഇനി അതിൽ എത്ര ഭാഗമാണ് ബാലൻസ് ഉള്ളത്? ഇനി അതിൽ 12 ഭാഗമായിട്ട് ഭാഗിച്ചു. 9 പേര് കഴിച്ചു എന്ന് വിചാരിക്കുക. 9 പേര് കഴിച്ചു, ബാക്കി 3 പേർക്ക് കേക്കിനോട് താല്പര്യമില്ല, പിന്നെ കഴിച്ചാൽ മതി, വിശപ്പുണ്ടെങ്കിലും അവരിപ്പോൾ കഴിക്കുന്നില്ല. അപ്പോൾ എത്ര ഭാഗം ബാലൻസ് ഉണ്ട്? 3 ഭാഗം ബാലൻസ് ഉണ്ട്. ഇപ്പം നോക്കിക്കോളൂ, 12ൽ 3 ആണ്. അപ്പോൾ ഒരു കേക്കിൻ്റെ 12 ഭാഗമാക്കി ഭാഗിച്ചതിൽ 3 ഭാഗമാണ് നമ്മളെടുത്തുള്ളതെങ്കിൽ ഇനി അതിന് മുഴുവനാക്കണമെങ്കിൽ എത്ര ഭാഗം കൂടി കിട്ടണം? ആകെ 12 കഷ്ണമല്ലേ, അതിൽ 3 കഷ്ണമല്ലേ ഇവിടെ ഉള്ളൂ, ബാക്കി 9 കഷ്ണം കൂടി കിട്ടണം. അതായത് 12ൽ 9 കഷ്ണം കൂടി കിട്ടണം. 9/12. 9/12 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം 9ലും 12ലും 3 പോകും. ഒരു ഭിന്നസംഖ്യയെ ഒരേ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ അതിനൊരു മാറ്റവും വരില്ല. അതിൻ്റെ ന്യൂമറേറ്റർ അംശത്തെയും ഡിനോമിനേറ്റർ ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ അതിനൊരു മാറ്റവും വരില്ല. 9നെ 3 കൊണ്ട് ഹരിച്ചാൽ 3 ആണ്, 12നെ 3 കൊണ്ട് ഹരിച്ചാൽ 4 ആണ്. അതുകൊണ്ട് ആൻസർ 3/4 ആണ്. നേരെ തിരിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാം. 3/12 തുല്യമായ ഒരു ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 3ലും 3 പോകും, 12ലും 3 പോകും. ഇപ്പം അംശത്തെയും ഛേദത്തെയും നമ്മൾ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ഹരിക്കണം 3 1 എന്ന് കിട്ടും. 12 ഹരിക്കണം 3 4 എന്ന് കിട്ടും. ഇപ്പോൾ നിങ്ങൾ 4 പാർട്ടാക്കിയതിൽ ഒരു ഭാഗത്തിന് തുല്യമാണ് ആ കേക്കിനെ തന്നെ 12 പാർട്ടാക്കിയതിൽ 3 ഭാഗം, അതായത് 4ൽ 1 തുല്യമാണ്. അപ്പോൾ 1/4 ഭാഗം നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി അത് ഫുള്ളാവണമെങ്കിൽ നിങ്ങൾക്ക് എത്ര ഭാഗം കൂടി കിട്ടണം? 3/4 ഭാഗം കൂടി കിട്ടണം അല്ലേ. 4 3/4 കൂടിയും കൂടിയതല്ലേ 1. അതായത് 4 ഭാഗമാക്കി അതിൽ 1 നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി മുഴുവനാവണമെങ്കിൽ ആ 4 ഭാഗത്ത് എന്തുകൂടി ചേരണം? 3 ഭാഗം കൂടി ചേരണം. 2 തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് 3/4 എന്ന ആൻസർ കിട്ടും. 63 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ
63 മീറ്റർ 630 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 9 മണിക്കൂർ കൊണ്ട് 810 കിലോമീറ്റർ ഓടുന്നുവെങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗത എത്രയാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വേഗത എന്ന് പറയുന്നത് സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അത് സഞ്ചരിച്ച ദൂരം, ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം, ഇതും കൂടി ചേർന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം, ഇത് വെച്ച് നിങ്ങളൊരു ത്രികോണം ഉണ്ടാക്കി എന്ന് വിചാരിച്ചോളൂ. എളുപ്പത്തിൽ ഓർമ്മിച്ച് വയ്ക്കാനാണ്. ഇതാണ് അതിൻ്റെ ഫോർമുല. അതായത് ഇവിടെ ഡിസ്റ്റൻസ് ചോദിച്ചാൽ സ്പീഡും ടൈമും തന്ന് ഡിസ്റ്റൻസ് ചോദിക്കും, ഡിസ്റ്റൻസും ടൈമും തന്ന് സ്പീഡ് ചോദിക്കും, ഡിസ്റ്റൻസും സ്പീഡും തന്ന് ടൈം ചോദിക്കും. ഈ 3 ചോദ്യങ്ങൾ സാധാരണയായി കണ്ടുവരാറുണ്ട്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ത്രികോണത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. മുകളിൽ ഡീനെ നിർത്തുക, എസും ടിയും എവിടെ അടിയിലായിരിക്കണം, എവിടെ കിടന്നാലും കുഴപ്പമില്ല. ഡിസ്റ്റൻസ് കിട്ടാൻ സ്പീഡിനെയും ടൈമിനെയും ഗുണിച്ചാൽ മതി. സ്പീഡ് കിട്ടാൻ ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഹരിച്ചാൽ മതി. കണ്ടു, അവിടെ d/t ഉണ്ട്. ടൈം കിട്ടാൻ d/s ഉണ്ട്. ഈ ത്രികോണം ഓർത്തു വയ്ക്കുക. അങ്ങനെ വരുമ്പോൾ ഇവിടെ സ്പീഡാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടെ തീവണ്ടി എത്ര കിലോമീറ്ററാണ് ഓടിയത്? 810 കിലോമീറ്റർ. ടൈം എത്രയാണ്? ടൈം 9 മണിക്കൂറാണ്. ഓക്കെ, 810 കിലോമീറ്ററാണ് ഇവിടെ. ടൈം 9 അവറാണ്. അപ്പോൾ സ്പീഡ് കിട്ടാൻ ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഹരിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ d/t. d/t എന്ന് പറഞ്ഞാൽ 810/9. സിമ്പിൾ അല്ലേ? 81-ൽ 9 പ്രാവശ്യം പോവും. ബാക്കി അടുത്ത് 0-ൽ 9 പോവില്ല. അപ്പോൾ 0 പ്രാവശ്യം 90 കിലോമീറ്ററാണ് മണിക്കൂറിൽ ഇതിൻ്റെ വേഗത. അപ്പോൾ ആ ത്രികോണം ഓർത്ത് വയ്ക്കുക, DST. ഡി മുകളിൽ എസും ടിയും താഴെ. സിമ്പിൾ അല്ലേ? ഡി മുകളിൽ. അപ്പോൾ ഡി ചോദിച്ചാൽ എസും ടിയും തമ്മിൽ ഗുണിക്കുക. എസ് ചോദിച്ചാൽ അവിടെ തന്നെ ഉണ്ട് d/t. ടി ചോദിച്ചാൽ d/s. ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. ആ ത്രികോണം 3 ഭാഗമാണ്. മുകളിൽ ഡി, താഴത്തെ 2 ഭാഗത്തുമായിട്ട് എസും ടിയും. ഒരാൾ 13 മീറ്റർ കിഴക്കോട്ട് നടന്നതിന് ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 11 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നു. എങ്കിൽ നടക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലവുമായുള്ള അകലം എത്ര എന്നുള്ളതാണ് ഈ ചോദ്യം. ഈ ചോദ്യം ക്രാക്ക് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ക്രാക്ക് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആദ്യം പൈതഗോറസ് തിയറമാണ്. എന്താണ് ഈ പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ? മട്ടത്രികോണവുമായി ബന്ധപ്പെട്ട ഒരാശയമാണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. എന്താണ് മട്ടത്രികോണം? ഒരു കോൺ 90 ഡിഗ്രിയായ ഒരു ത്രികോണത്തെയാണ് മട്ടത്രികോണം എന്ന് പറയുന്നത്. ഒരു മട്ടത്രികോണത്തിലെ മുഴുവൻ കോണുകളുടെയും തുക 180 ഡിഗ്രിയാണ്, മറന്നു പോകണ്ട. അതിലൊരു കോണിന് മാത്രമാണ് 90 ഡിഗ്രിയോ 90 ഡിഗ്രിയിൽ കൂടുതലോ ആകാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള പിന്നെ ബാലൻസ് 90 ഉള്ളൂ, അല്ലെങ്കിൽ 90 കുറവേ ഉള്ളൂ. അങ്ങനെ ഒരു കോൺ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര മാത്രം ആലോചിക്കുക, അത് കുത്തനെ ആയിരിക്കും. നേരെ കുത്തനെ നിൽക്കുന്ന ഈ ലംബമായി നിൽക്കുന്ന പൊസിഷനാണ് 90 ഡിഗ്രി അഥവാ മട്ടകോൺ എന്ന് പറയുക. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്ന ആളുകളെടുത്ത് ആ മട്ട ഉണ്ടായിരിക്കും. ആ മട്ടം ഇതുപോലത്തെ ഒരു സാധനമായിരിക്കും. അത് വെച്ചിട്ട് അവരങ്ങനെ കുത്തനെ നിർത്തി കൊണ്ടുപോവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ 90 ഡിഗ്രിയുള്ള ഈ ത്രികോണത്തിൽ 90 ഡിഗ്രിക്കെതിരെയുള്ള വശമായിരിക്കും ഏറ്റവും വലിയ വശം. അതിന് കർണം എന്നാണ് പറയുക. നേരെ താഴെയുള്ള വശത്തെ പാദമെന്നും നേരെ കുത്തനെ നിൽക്കുന്ന ഈ വശത്തെ ലംബം എന്നും പറയും. ഇത് ത്രികോണം തിരിച്ചു പിടിച്ചാൽ പാദവും ലംബവും ഒക്കെ മാറ്റി വെക്കാട്ടോ. പാദവും ലംബവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം ആ പൊസിഷൻ അനുസരിച്ചിട്ട്. പക്ഷെ 90 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്ന വശം എപ്പോഴും കർണമായിരിക്കും. ഈ കർണത്തിനെ കിട്ടാൻ കർണത്തിൻ്റെ വർഗം എപ്പോഴും പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആയിരിക്കും. പാലം സ്ക്വയർ എന്ന് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്നുള്ളതിന് പാലം സ്ക്വയർ. അങ്ങനെ നിൽക്കുന്ന 2 വശങ്ങൾ, ഈ ചെരിഞ്ഞ് 90 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്ന വശത്തിൻ്റെ വർഗം കിട്ടാൻ പാദത്തിൻ്റെ സ്ക്വയറും ലംബത്തിൻ്റെ സ്ക്വയറും കിട്ടണം. എളുപ്പമായല്ലോ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് ഇതിനെ
പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് എന്ന് പറയും. ഇങ്ങനത്തെ ചില തൃത്വങ്ങളുണ്ട്, പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് എന്ന് പറയും. സാധാരണയായിട്ട് വരുന്ന ചില ട്രിപ്ലറ്റ്സ് ആണ് 8ഉം 6ഉം. നോക്കൂ, 8 സ്ക്വയറും 6 സ്ക്വയറും കൂടി കൂട്ടിയാൽ 10 സ്ക്വയറാണ് കിട്ടുക. 8 സ്ക്വയർ 64 6 സ്ക്വയർ 36 10 സ്ക്വയർ 100. ഇനി 8ൻ്റെയും 6ൻ്റെയും ഗുണിതങ്ങൾ, അതിനനുസരിച്ച് 10ൻ്റെയും ഗുണിതങ്ങൾ എടുത്താൽ മതി. അതായത് ഇപ്പോൾ ഇവിടെ 16 സ്ക്വയർ ആയാൽ ഇവിടെ എന്തായി മാറും? ഇവിടെ 12 സ്ക്വയർ ആവും. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 20 സ്ക്വയർ കിട്ടും. ഈ 256ഉം 144ഉം കൂടി കൂട്ടിയാൽ 400 കിട്ടുക. 400 എന്ന് പറഞ്ഞാൽ 20ൻ്റെ സ്ക്വയറാണ്. അതുപോലെ തന്നെ 8നെ 2 കൊണ്ട് ഹരിച്ചാലും മതി. 8നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 4 സ്ക്വയർ. 6നെ 2 കൊണ്ട് ഹരിച്ചാൽ 3 സ്ക്വയർ ആണ്. 4 സ്ക്വയറും 3 സ്ക്വയറും കൂട്ടിയാൽ 5 സ്ക്വയർ ആയിരിക്കും. അതായത് ഒരു ത്രികോണത്തിന്, ഒരു മട്ട ത്രികോണത്തിൻ്റെ പാദം 4ഉം ലംബം 3ഉം ആണെങ്കിൽ അതിൻ്റെ കർണം എന്തായിരിക്കും? 5 ആയിരിക്കും. അതേപോലെ തന്നെ ഒരു മട്ട ത്രികോണത്തിൻ്റെ പാദം 8ഉം ലംബം 6ഉം ആണെങ്കിൽ അതിൻ്റെ കർണം എത്രയായിരിക്കും? 10 ആയിരിക്കും. ഇങ്ങനത്തെ ചില എന്തുണ്ട്? പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് ഉണ്ട്. അതുപോലത്തെ ഒരു ട്രിപ്ലറ്റാണ് 12 5 13. 12 സ്ക്വയർ 5 സ്ക്വയറും കൂടിയും കൂട്ടിയാൽ 13 സ്ക്വയർ ആവും. ഇനി ഇതിൻ്റെ ഗുണിതങ്ങളും, അതായത് ഒരു ത്രികോണത്തിൻ്റെ പാദം 12ഉം ലംബം 5ഉം ആണെങ്കിൽ അതിൻ്റെ കർണം എത്രയായിരിക്കും? 13 ആയിരിക്കും. ആ ചെരിഞ്ഞ വശം, അഥവാ 90 ഡിഗ്രിക്ക് നേരെ ഓപ്പോസിറ്റുള്ള വശം. ഈ പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ 8 6ഉം ഇങ്ങനെയുള്ള വശങ്ങൾ, ഇത് 8ഉം ഇത് 6ഉം ആണെങ്കിൽ നേരെ ഇങ്ങനെയുള്ള വശം 10 ആയിരിക്കും. നേരെ തിരിച്ച് ഇത് 6ഉം ഇത് 8ഉം ആണെങ്കിൽ, ഇത് ഇനിയിപ്പോൾ ഇത് 6ഉം ഇത് 8ഉം ആണെങ്കിലും ഇവിടെ 10 ആയിരിക്കും. പാദവും ലംബവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയോണ്ട് കുഴപ്പമില്ല, പക്ഷെ കർണത്തിന് മാറാൻ പറ്റില്ല. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ നമുക്കവിടെ മനസ്സിലായി. ഇനി മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ദിശ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ മുകളിലേക്ക് നോർത്ത് എന്ന് എടുക്കുക. നിങ്ങളുടെ വടക്കും തെക്കും ഒന്നും എടുക്കണ്ട, കുറേ കൂടി ഈസിയായ രീതിയാണ്. എന്നിട്ട് ഇനി ന്യൂസ് എന്നെങ്ങനെ എഴുതുക? ന്യൂസ് എന്ന് എഴുതുക NE അല്ലേ? അപ്പം ന്യൂസ്, ആ ഓർഡറിൽ Nഉം Eയും ഓർത്ത് വയ്ക്കുക. പിന്നെ നോർത്തിന് നേരെ എതിരായിരിക്കും സൗത്ത്, ഈസ്റ്റിന് നേരെ എതിരായിരിക്കും വെസ്റ്റ്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്കാണ്, വെസ്റ്റ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറാണ്, നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്കാണ്, സൗത്ത് എന്ന് പറഞ്ഞാൽ തെക്കാണ്. ഓക്കെ, ഇത്രയും കാര്യം ഉറപ്പായല്ലോ. അപ്പോൾ ഇതിന് എങ്ങനെ ഈ നോർത്ത് തന്നെയാണ് മുകളിലേക്ക് എന്നുള്ളത് ഓർക്കാൻ നമ്മൾ വരയ്ക്കുമ്പോഴുള്ള ഒരു രീതിയാണ്. ഓക്കെ, അത് നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ സൂര്യനെ നോക്കി വടക്കും കിഴക്കും തെക്കും നോക്കേണ്ട പരീക്ഷാ ഹാളിൽ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നോർത്തും മുകളിലേക്കാണെന്ന് ഓർക്കുക. തെക്കോട്ട് പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? മരിക്കുക എന്നാണ് അർത്ഥം. താഴത്തേക്ക് പോവുക എന്നാണ് അർത്ഥം അല്ലേ? അപ്പം തെക്ക് താഴത്തേക്കാണ്, അതുകൊണ്ട് നോർത്ത് മുകളിലേക്കാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ പേപ്പറിൽ അങ്ങനെയാണ്. മറ്റു കാര്യങ്ങളുമായിട്ട് ഇതൊരു ബന്ധമല്ലേ, ഓർത്ത് വയ്ക്കാനുള്ളൊരു വഴി. ഇനി തിരിയലാണ്. തിരിയുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞു, വലത്തോട്ട് തിരിഞ്ഞു. ഈ ഇടത്തോട്ടും വലത്തോട്ടും തിരിയുമ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഒരു ക്ലോക്ക് ഉണ്ട് എന്ന് വിചാരിക്കുക. ആൻസർ ഷീറ്റിൽ ഒരു ക്ലോക്ക് ഉണ്ട് എന്ന് വിചാരിക്കുക. ആ ക്ലോക്കിൻ്റെ സൂചി തിരിയുന്ന ഭാഗമാണ് വലത്ത് എന്ന് പറയുന്നത്. അഥവാ റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് ആണ്. എപ്പോഴും റൈറ്റ് ആയിട്ടുള്ള കാര്യമല്ലേ നമ്മൾ ചെയ്യേണ്ടത്? ക്ലോക്ക് വൈസ് ആയിട്ടാണ്. അപ്പോൾ ക്ലോക്കിൻ്റെ സൂചി ഇങ്ങോട്ടാണ് തിരിയുക. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അത് ഇങ്ങോട്ട് തിരിയും. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അത് ഇങ്ങോട്ട് തിരിയും. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അത് ഇങ്ങോട്ട് തിരിയും. ഇതിനെയാണ് വലത്തോട്ട് പോവുക എന്ന് പറയാം. ഇനി ഇടത്തോട്ട് പോവുക, ലെഫ്റ്റിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്കിൻ്റെ നേരെ എതിരെ. അതായത് നിങ്ങളുടെ എഴുതുന്ന ആൻസർ പേപ്പറിൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ഒരു ക്ലോക്ക് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ആ ക്ലോക്കിനനുസരിച്ചിട്ട് വലത്തോട്ടും ഇടത്തോട്ടും മാറ്റുക. വലത്തോട്ടാകുമ്പോൾ ക്ലോക്കിൻ്റെ സൂചി തിരിയുന്ന വിധത്തിലും, ഇടത്തോട്ടാകുമ്പോൾ ക്ലോക്കിൻ്റെ സൂചി തിരിയുന്നതിന് എതിർ ദിശയിലും. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി നമുക്ക് ഈ ചോദ്യത്തിലേക്ക് പോകാം. ഒരാൾ 13 മീറ്റർ കിഴക്കോട്ട് നടന്നു. ഒരാൾ എന്താ ചെയ്യുന്നത്? 13 മീറ്റർ കിഴക്കോട്ട് നടന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ പേപ്പറിൽ നമ്മൾ ഇത് നോർത്താണ്, ഇത് ഈസ്റ്റാണ്. അപ്പോൾ ഈ ചങ്ങാതി ആദ്യം പോകുന്നത് 13 മീറ്റർ കിഴക്കോട്ടാണ്. ഇയാൾ 13 മീറ്റർ കിഴക്കോട്ട് നടന്നു. കിഴക്കോട്ട് നടന്നതിന് ശേഷം, കിഴക്കോട്ടുള്ള ദിശ വരച്ച് വയ്ക്കുന്നത് കണ്ടാണല്ലോ പോണത്. കിഴക്കോട്ട് നടന്നു. കിഴക്കോട്ട് നടന്നതിന് ശേഷം ഇയാൾ എന്താ ചെയ്യുന്നത്? ഇയാൾ 13 മീറ്റർ കിഴക്കോട്ട് നടന്നതിന് ശേഷം ഇടത്തോട്ട് തിരിഞ്ഞു. ഇടത്തോട്ട്, ലെഫ്റ്റ്, റൈറ്റ് ക്ലോക്ക് വൈസും ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസുമാണ് അല്ലേ? അപ്പോൾ എങ്ങനെ? ഇപ്പോൾ റൈറ്റിലുള്ള ആളുകൾ എപ്പോഴും എന്താണ് ചെയ്യുക? അവർ ശരി ചെയ്യുന്നുണ്ടായിരിക്കാം. അവരെന്താ പറയുക? ഞങ്ങളാണ് ശരി എന്നാണ് പറയുക. ലെഫ്റ്റിലുള്ള ആളുകൾ എന്താ പറയുക?
ഞങ്ങൾ ഒഴുക്കിനെതിരെ നീങ്ങുന്നവരാണെന്നാണ് പറയുക അല്ലേ. എപ്പോഴും ഒരു യഥാർത്ഥ രീതിക്ക് അപ്പുറത്ത് അവർ ചില ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. മറ്റൊരു പറയുന്നു ഞങ്ങളാണ് റൈറ്റായിട്ടുള്ള കാര്യം ചെയ്യുന്നത്. ഇങ്ങനെയാണല്ലോ പറയുക. അങ്ങനെ ആലോചിച്ചാലും മതി. അപ്പോൾ റൈറ്റ് ക്ലോക്ക് വൈസാണ്, ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസാണ്. രണ്ടിനും ഇതിൻ്റെതായ ഗുണങ്ങളുണ്ട്. നമ്മളങ്ങനെ നോക്കിയിരിക്കേണ്ടത് ആവശ്യമില്ല. അപ്പോൾ ഒരാൾ 13 മീറ്റർ കിഴക്കോട്ട് നടന്നു, എന്നിട്ട് പിന്നീട് ഇടത്തോട്ട് തിരിയണം. ആൻറ്റി ക്ലോക്ക് വൈസാണ്. ക്ലോക്കിൻ്റെ സൂചി ഇങ്ങോട്ടല്ലേ ഇനി തിരിയുക, പക്ഷേ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ, കാരണം ഇടത്തോട്ടല്ലേ തിരിഞ്ഞത്. അപ്പോൾ ഇടത്തോട്ട് കണ്ടോ, അതിന് നേരെ ഇടത്തോട്ട്. എത്ര മീറ്റർ? 11 മീറ്റർ നടന്നു. 11 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിയാണ് ഇയാൾ. വീണ്ടും ഇയാളൊക്കെ എവിടേക്കാണ് തിരിയുന്നത്? ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നു. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസാണ്. ക്ലോക്ക് ആണെങ്കിൽ ക്ലോക്കിൻ്റെ സൂചി ഇങ്ങണ്ടാ തിരിയുക, പക്ഷേ ആൻറ്റി ക്ലോക്ക് വൈസാണ്. എത്ര മീറ്ററാണ് നടന്നത്? 5 മീറ്റർ നടന്നു. 5 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നു. ഇനിയും അയാൾ ഇടത്തോട്ട് തന്നെ തിരിയണത്. ഇപ്പോൾ ക്ലോക്കിൻ്റെ സൂചി അനുസരിച്ച് കണ്ടാ തിരിയുക. ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് എത്ര മീറ്റർ നടന്നു? 5 മീറ്റർ നടന്നു. അപ്പോൾ ഏകദേശം റെഡി ആവണം. ഞാൻ ഇവിടെ 13 മീറ്റർ ഇങ്ങനെ വരച്ചിട്ട് 5 മീറ്റർ ഞാൻ ദൂരെ വരച്ചാൽ എങ്ങനെ ഉണ്ടാവും? ശരിയാവുമോ? നമുക്ക് ഉത്തരം കറക്റ്റായിട്ട് കിട്ടില്ല. കാരണം എന്താ, ഇവിടെ 13 മീറ്ററും ഇങ്ങോട്ട് തിരിഞ്ഞത് 5 മീറ്ററുമാണ്. അപ്പോൾ അതിനനുസരിച്ച് ഏകദേശം കറക്റ്റായിരിക്കണം എന്നില്ല. ഇപ്പം ഇയാൾ ഇവിടെയാണ് എത്തി നിൽക്കുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നടക്കാൻ തുടങ്ങിയ സ്ഥലം ഇവിടെയല്ലേ. നടക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് അയാൾ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് പറഞ്ഞതാണ് അയാളുടെ ഫൈനൽ പൊസിഷൻ. ഇതാണ് അയാൾ സഞ്ചരിച്ച ദൂരം. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ദൂരമാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ദിശയൊക്കെ റെഡിയായി. ഇനിയാണ് അവിടെ ഒരു മട്ടത്രികോണം ഉണ്ടാക്കേണ്ടത്. നിങ്ങൾ ഒരു മട്ടത്രികോണം ഉണ്ടാക്കാൻ എളുപ്പമാണല്ലേ. എങ്ങനെയാണ് മട്ടത്രികോണം ഉണ്ടാക്കുക? ഇവിടെ നിങ്ങളുടെ ഒരു വര വരച്ചാൽ ഇതൊരു മട്ടത്രികോണമായി. ഇനി ആ മട്ടത്രികോണത്തിൽ ഇത് 90 ഡിഗ്രിയാണ്. ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള കർണമാണ് ഈ ചങ്ങാതി. ഈ കർണം കിട്ടിയാൽ മതി. ഈ കർണം കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ വശം കിട്ടണം. ഈ വശം കിട്ടാൻ എളുപ്പമാണ്. ഇത് ടോട്ടൽ എത്രയാ? 11. ഇതെത്രയാ? 5. ആ 11 5 പോയാൽ 6 മീറ്റർ ആയിരിക്കില്ലേ ഇത്? അതുപോലെ നോക്കൂ, ഈ ടോട്ടൽ നീളം എന്ന് പറയുന്നത് 13 ആണ്. ഇനി അവിടെ നിന്ന് 5 മീറ്റർ പോയതാണ് ഈ വശം എന്ന് പറയുന്നത്. സോറി, ഇവിടെ 11 മീറ്റർ ആണ് ടോട്ടൽ. അതിന് 5 പോയിട്ട് ഇവിടെ 13 മീറ്റർ ആണ് ഇത് ടോട്ടൽ. അതിന് 5 മീറ്റർ പോയി. ഇതാ ഈ കഷ്ണം പോയി. ഈ കഷ്ണം പോയാൽ ഇവിടെ 8 ആണ് കിടക്കുക. നോക്കൂ, ഇപ്പോൾ പൈതഗോറിയൻ ട്രിപ്ലറ്റായി. 8ഉം 6ഉം വന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ എന്താ വരിക? കർണം എന്താ വരിക? 10 മീറ്റർ. ഇല്ലെങ്കിൽ നോക്കുക, 8a² + 6a². എത്ര കിട്ടുക? 100. 100ൻ്റെ വർഗ്ഗമൂലം എത്രയാണ്? 10. അപ്പോൾ 8, 6, 10. പിന്നെ അതിൻ്റെ ഗുണിതങ്ങൾ. അതുപോലെ തന്നെ 13 12. അതുപോലെ തന്നെ ഓർത്ത് വയ്ക്കുക, 12a², 144, 5a², 25, 13a², 169, 12, 5, 13. അതിൻ്റെ ഗുണിതങ്ങൾ. 2 കൊണ്ടാണ് ഗുണിക്കുന്നത് വെച്ചാൽ എല്ലാറ്റിനും 2 കൊണ്ട് ഗുണിക്കുക. ഇതിൻ്റെ ബേസിക് 3, 4, 5. ആ 3, 4, 5ൻ്റെ ഇരട്ടിയാണ് 3ൻ്റെ ഇരട്ടിയാണ് 6, 4ൻ്റെ ഇരട്ടിയാണ് 8. അപ്പോൾ 5ൻ്റെ ഇരട്ടി 10. ആ 3, 4, 5 ഓർത്ത് വെച്ചാൽ മതി. 10 മീറ്റർ ആണെന്ന് കിട്ടും. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു ഭിന്നസംഖ്യയുടെ 1/8 ഭാഗം 4 ആയാൽ ഭിന്നസംഖ്യ ഏത്? സോ സിമ്പിളാണ്. ഒരു ഭിന്നസംഖ്യ, ഒരു സംഖ്യ എടുത്തോളൂ. അതിൻ്റെ 1/8 ഭാഗം 4 ആണ്. സംഖ്യ കിട്ടാൻ x × 1 x ആണ്, നിങ്ങൾക്കറിയാം. x/8 = 4 ആണ്. x കിട്ടാൻ 4 × 8 = 32 ആണ്. അവിടെയാണ് പരീക്ഷാ ഹാളിൽ ഒരു കൺഫ്യൂഷൻ വരിക. ഇത് ഭിന്നസംഖ്യയാണോ? നിങ്ങൾ പഠിച്ചുള്ള ഭിന്നസംഖ്യയ്ക്ക് ഒരു ഛേദവും അംശവും ഉണ്ടായിരിക്കും എന്നാണ് അല്ലേ. നേരത്തെ ഞാൻ പറഞ്ഞു പാർട്ട് ഓഫ് എ വോൾ ആണ് ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. അതായത് ഒരു പപ്പടത്തെ 8 ഭാഗമാക്കിയതിൽ നിങ്ങൾക്ക് 3 ഭാഗം കിട്ടി. അപ്പം നിങ്ങൾക്ക് ഒരു ഫുള്ള് പപ്പടത്തെ 8 ഭാഗമാക്കിയതിൽ 3 ഭാഗം കിട്ടി. കറക്റ്റാണ്. പക്ഷെ ഇവിടെ 32 എങ്ങനെയാവുക? 32 ഭിന്നസംഖ്യയാണ്. പറയാം എങ്ങനെയൊക്കെയാണ് ഭിന്നസംഖ്യകൾ വരുന്നത്, എന്തെല്ലാമാണ് ഭിന്നസംഖ്യകളുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ്. നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് പോകാം. അതായത് ഇപ്പോൾ 4/5 ഭിന്നസംഖ്യയാണ്. ഈ മുകളിലുള്ളതിനെ അംശം, ഇംഗ്ലീഷിൽ ന്യൂമറേറ്റർ എന്നും 5നെ നമ്മൾ ഡിനോമിനേറ്റർ അഥവാ ഛേദം എന്നും പറയും. ഛേദം എന്ന് പറഞ്ഞാൽ വോളിനെ, ഒരു മുഴുവനെ എത്ര ഭാഗമാക്കി എന്നാണ് ചോദ്യം. അപ്പം നിങ്ങൾ ഒരു സദ്യക്ക് പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു ഞങ്ങളൊക്കെ ചെറിയ പ്രായത്തിലാകുമ്പോൾ വെളിച്ചെണ്ണയൊക്കെ വളരെ പരിമിതമായിട്ടാണ് ഉപയോഗിക്കുക, ഇന്നത്തെ പോലെയല്ല. അപ്പം അമ്മയൊക്കെ എന്താ ചെയ്യുക? ഒരു പപ്പടത്തെ തന്നെ 8 കഷ്ണമൊക്കെ ആക്കും. എന്നിട്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട്, പപ്പടമൊക്കെ ആഴ്ചയിൽ 2 ദിവസമൊക്കെയാണ് ഞങ്ങൾക്കൊക്കെ കിട്ടിയിരുന്നത്. അതായത് മൂത്ത ബ്രദറിലോ വരുമ്പോഴാണ് എന്ത് കിട്ടുക? പപ്പടം കിട്ടുക. അന്ന് ചിലപ്പോൾ ചിക്കനൊക്കെ ഉണ്ടായിരിക്കും, ബുധനാഴ്ചകളിൽ വരും.
അപ്പോൾ അത് നമുക്കൊരു ആഘോഷമാണ്. ഇന്നതല്ല, ഇന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചിക്കൻ കിട്ടും. അത്ര എന്താ പറയുക, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല, ഇന്ന് എല്ലാ വീടുകളിലെയും സ്ഥിതി അതാണ്. അപ്പം ഞാനത് പറയാനുള്ള കാരണം, എൻ്റെ അമ്മ ഇപ്പോൾ 8 ഒരു പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. 8 കഷ്ണാക്കി എന്ന് വിചാരിച്ചോളൂ ഒരു പപ്പടത്തെ. എനിക്ക് ചിലപ്പോൾ എത്ര എണ്ണം കിട്ടിയെന്ന് വരും, 12 എണ്ണമൊക്കെ കിട്ടിയെന്ന് വരും, 12 കഷ്ണം കിട്ടിയെന്ന് വരും. കാരണം ഒരു പപ്പടത്തെ മാത്രമല്ലല്ലോ 8 കഷ്ണാക്കണത്, പലതിനെയും കഷ്ണാക്കണുണ്ടല്ലോ. ഒന്ന് സോപ്പൊക്കെ ഇട്ടാൽ, മൂത്ത 2 പെങ്ങന്മാരെയൊക്കെ ഒന്ന് സോപ്പിട്ടാൽ കുറച്ചും കൂടി കൂടുതൽ കിട്ടും അല്ലേ? അപ്പോൾ 8ൽ 12 എണ്ണം കിട്ടി. 8ൽ 12 എണ്ണം കിട്ടി എന്നാണ് അത് ഭിന്നസംഖ്യ തന്നെ. അംശം എപ്പോഴും ചെറുതായിക്കോളുന്നില്ല. എന്താ അതിൻ്റെ അവസ്ഥ? 8 കഷ്ണം കിട്ടിയപ്പോൾ തന്നെ എനിക്കൊരു ഫുള്ള് പപ്പടം കിട്ടി. ഇനി ബാക്കി 4 കഷ്ണേ കിട്ടിയിട്ടുള്ളൂ. അതായത് മറ്റൊരു പപ്പടത്തിൻ്റെ 8 കഷ്ണത്തിൽ 4 കിട്ടി എന്ന് പറഞ്ഞാൽ പകുതി കിട്ടി. എന്ന് പറഞ്ഞാൽ ഇത് എന്ന് പറയുന്നത് 1.5 ഭാഗം. ഇതിനെയാണ് മിശ്രഭിന്നം എന്ന് പറയുന്നത്. അപ്പം ഛേദം വലുതാവാം. ഇനി എൻ്റെ ഏട്ടന് 8ൽ 8 കഷ്ണം കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു ഫുള്ള് പപ്പടം കിട്ടിയെന്നാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ 32 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെയാണ് കണക്കാക്കാൻ പറ്റുക? 32 പപ്പടം കിട്ടിയ ഒരാൾക്ക്, പപ്പടം തിന്നുന്ന ഒരാൾ, പപ്പടും പഴം കൂടി അടിച്ച് മിന്നുകയാണ്. പണ്ടൊക്കെ ചില ആളുകളുണ്ടായിരുന്നു, അവർക്ക് 32 പപ്പടം കിട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു ഫുള്ള് പപ്പടാണ്. അങ്ങനത്തെ 32 ഫുള്ള് പപ്പട കിട്ടിയിട്ടുള്ളത്. അതായത് 32/1 അതിൻ്റെ അർത്ഥം. ആ പപ്പടത്തെ ഭാഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒറ്റ ഭാഗേ ആക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഫുള്ള് പപ്പടം ഉണ്ട്. അതുപോലെ 32 എണ്ണം ഇവിടെയുണ്ട്, ഛേദവും അംശവും. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ഭിന്നസംഖ്യേനെ എഴുതാം. അപ്പം എല്ലാ നമ്മുടെ നമ്പേഴ്സും, എല്ലാ എണ്ണൽ സംഖ്യകളും നമുക്ക് ഭിന്നസംഖ്യകളാക്കി എഴുതാം. അപ്പം 32/1 എന്ന് പറയുന്ന 32ഉം എന്ത് തന്നെയാണ് ഭിന്നസംഖ്യ തന്നെയാണ്. അവിടെ ഒരു സംശയം വരും. അതുകൊണ്ടാണ് ആ സംശയം വരാൻ വന്നിട്ടുള്ള ചോദ്യമാണിത്. 32 അവിടെ കറക്റ്റ് ആൻസർ. ഒരു തോട്ടത്തിൽ 3249 തെങ്ങുകൾ ഒരേ അകലത്തിൽ നിരയായും വരിയായും നട്ടിരിക്കുന്നു. നിരയുടെ എണ്ണവും വരിയുടെ എണ്ണവും തുല്യമാണ് എങ്കിൽ ഒരു വരിയിൽ എത്ര തെങ്ങുകളുണ്ട്? ഒരു തോട്ടത്തിലാണ്, 3249 തെങ്ങുകളാണ്. നിരയായിട്ടും ഉണ്ട്, വരിയായിട്ടുമുണ്ട്. അതായത് ഇങ്ങനെ നിരയായിട്ടുമുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ അപ്പം ഇവിടെ ഒരു വരി ഉണ്ടാവുമല്ലോ, അത് ഒരേ അകലത്തിലാട്ടോ. ഞാൻ ഈ വരയ്ക്കണത് പോലെയല്ല, അങ്ങനെയാണത് പോകുന്നത്. അപ്പോൾ നിരയുടെ എണ്ണവും വരിയുടെ എണ്ണവും തുല്യമാണെങ്കിൽ ഒരു വരിയിൽ എത്ര തെങ്ങുകളുണ്ട്? വരിയിൽ എത്ര തെങ്ങുകളുണ്ടോ, വരിയിൽ എക്സ് തെങ്ങുകളുണ്ടെങ്കിൽ നിരയിലും എക്സ് തെങ്ങുണ്ടല്ലോ. കാരണം വരിയുടെ എണ്ണവും നിരയുടെ എണ്ണവും തുല്യമായതുകൊണ്ട് വരിയിൽ എത്ര തെങ്ങുണ്ടോ, എക്സ് തെങ്ങുണ്ടെങ്കിൽ നിരയിലും എക്സ് തെങ്ങുണ്ടാവും. എക്സ് എന്ന് എടുക്കുന്നത് നമുക്കറിയില്ല അത് എത്രയാണ്. അപ്പം എക്സ് ഇൻറ്റു എക്സ് മൊത്തം x² ആണ് തെങ്ങുകളുടെ എണ്ണം. തെങ്ങുകളുടെ എണ്ണം തന്നിട്ടുണ്ട് 3249. അപ്പം അത് വരിയിലുള്ളോ നിരയിലുള്ളതോ ആയ തെങ്ങിൻ്റെ എണ്ണം കിട്ടാൻ എക്സ് കണ്ടെത്തിയാൽ മതി. സ്ക്വയർ കാണുമ്പോൾ ആ സ്ക്വയർ പോയാൽ അവിടെ റൂട്ട് വരും. റൂട്ട് 3249 എന്ന് വരും. ഇത്രയേ ഉള്ളൂ. അതായത് 5² 25, 5 × 5 എന്നാണ് അർത്ഥം. അപ്പോൾ റൂട്ട് 25 5ആണ്. ഓക്കെ, അപ്പോൾ 5 കിട്ടാൻ റൂട്ട് 25 കണ്ടാൽ മതി. അപ്പോൾ x² 3249 ആണെങ്കിൽ എക്സ് 3249 ആണ്. ഇത് വർഗ്ഗമൂലം കണ്ടുപിടിക്കുന്ന സങ്കീർണമായ പണികളിലൂടെ ഒന്നും പോണ്ട. 2 ടെക്നിക്കുകൾ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഓപ്ഷൻ വെച്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. അതായത് 10² എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ എളുപ്പമാണ്. 1ൻ്റെ സ്ക്വയർ എഴുതുക, 1. 10² എത്രയാണ്? 2 0 ഇട്ട് കൊടുക്കുക, 100. 20² എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4, 2 0 ഇട്ട് കൊടുക്കുക. 30² എത്രയാ? 3ൻ്റെ സ്ക്വയർ 9, അപ്പോൾ 2 0 ഇട്ട് കൊടുക്കുക. 40² 900 വരും. 4² 16, 2 0 ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വരുമ്പോൾ 50² എത്രയാണ് വരിക? 50² എന്ന് പറയുന്നത് 5ൻ്റെ സ്ക്വയർ 25, 2 0 ഇട്ട് കൊടുക്കുന്നു. 50² 2500 എന്ന് വരും. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 60² എത്രയാണ്? 60² എന്ന് പറയുന്നത് 3600 എന്ന് വരും. ഇങ്ങനെ നമുക്ക് 90 വരെയുള്ള സ്ക്വയറുകൾ ഈ രീതിയിൽ കാണാം. അതവിടെ നിൽക്കട്ടെ. അതൊരു കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു കൺസെപ്റ്റും കൂടി ഞാൻ അവതരിപ്പിച്ചു തരാം. സിമ്പിളാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിൽ പലർക്കും ഇത് അറിയണ്ടായിരിക്കും, പക്ഷേ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇത്രയൊക്കെ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുകയും വേണ്ടല്ലോ. ഇപ്പോൾ 15², അതായത് 5 അവസാനം വരുന്ന 2 അക്ക സംഖ്യകളുടെ വർഗ്ഗം കാണാനുള്ള എളുപ്പവഴിയാണ് പറയുന്നത്. 15² കാണാൻ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഈ 1ൻ്റെ അടുത്തുള്ള സംഖ്യ ഏതാ? 2. ആ 1ഉം 2ഉം കൂടി ഗുണിക്കുക.
2 അവസാനം 25 ആവും. കണ്ണും ചുമ്പി 25 എഴുതിക്കോ. 5 അവസാനം വരുന്ന രണ്ടക്ക സംഖ്യകൾക്ക് മാത്രം ഇടാം. മറ്റ് സംഖ്യകളുടെ മുകളിലൊന്നും ഈ പണിയെടുക്കാൻ നിൽക്കണ്ട, വിവരം അറിയും. 25 സ്ക്വയർ 25 സ്ക്വയർ ആകുമ്പോൾ നേരത്തെ ചെയ്ത രീതി തന്നെ 2ൻ്റെ അടുത്ത സംഖ്യ ഏതാ നോക്കുക. 3. 2 × 3 6 625. സമയം പോകാനുള്ളത് കളിയാണ്. നിങ്ങളും നിങ്ങളുടെ അനിയനോ അതല്ലെങ്കിൽ മകനോ ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വെറുതെ പ്രാക്ടീസ് ചെയ്ത് നോക്ക്. വളരെ പെട്ടെന്ന് നമ്മുടെ തലയിലേക്ക് കയറും. ഈ 35 സ്ക്വയർ എത്രയാ? 35 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3ൻ്റെ സ്ക്വയർ എത്രയാ? 3ൻ്റെ അടുത്ത സംഖ്യ ഏതാ? 12. 5ൻ്റെ സ്ക്വയർ എത്രയാ? 25. 1225. അവസാനം 25 കണ്ണും ചിമ്പിട്ടോ. 5ആണ് അവസാനം വരുന്നതെങ്കിൽ ഒരു കണ്ടീഷൻ്റെ രണ്ടക്ക സംഖ്യ ആവണം. ഓക്കെ, ഇനി 5 അവസാനം വരുന്ന ഏത് സംഖ്യയുടെയും സ്ഥിതി ഇതാണ്. പക്ഷേ ഈ മെത്തേഡ് ആർക്ക് മാത്രമേ പറ്റുള്ളൂ? 45 സ്ക്വയർ 4ൻ്റെ അടുത്ത സംഖ്യ എത്രയാ? 4ൻ്റെ അടുത്ത സംഖ്യ 5. 4 × 5 എത്രയാ? 20. 5ൻ്റെ സ്ക്വയർ എത്രയാ? 20 25. 55 സ്ക്വയർ 5ൻ്റെ അടുത്ത സംഖ്യ എത്രയാണ്? 6. 5 6 എത്രയാ? 30. 5 സ്ക്വയർ എത്രയാ? 25. ഇനി നമ്മുടെ പരിപാടിയിലേക്ക് ഒന്ന് നോക്ക് നിങ്ങൾ. ഒരു തോട്ടത്തിൽ 3249 തെങ്ങുണ്ട്. നേരെ തിരിച്ച തോട്ടത്തിൽ 3025 തെങ്ങാണെങ്കിൽ 55 തെങ്ങല്ലേ ഒരു വരിയിലുണ്ടാവുള്ളൂ. കാരണം 3025ൻ്റെ റൂട്ടല്ലേ 55. ഇവിടെ എത്രയുണ്ട്? ഇവിടെ ഉറപ്പാണ് ഇവിടെ 3249 തെങ്ങ. 55 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3025. അപ്പോൾ 55 ഒരു വരിയിലുണ്ടെങ്കിൽ നിരയിലും 55 ഉണ്ടാവും. 55 × 55 3025 ഉണ്ടാവും. 3249 ആണെങ്കിൽ 55 കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ 43 53 ആവില്ല. ഇനി 2 ഓപ്ഷനേ ഉള്ളൂ, 57 63. അപ്പോഴാണ് നമ്മൾ 60 സ്ക്വയറിനെ ആലോചിക്കേണ്ടത്. 60 സ്ക്വയർ എത്രയാ? 3600 ആണ്. 3600 ഉണ്ടോ? 3600 താഴെയുമാണ്. 3600 താഴെ ആയതുകൊണ്ട് വരിയിലും നിരയിലും 60 തെങ്ങേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് 63 പറ്റില്ല. അപ്പോൾ ഉത്തരം കിട്ടിയില്ലല്ലോ 57. അടിച്ച് മിന്നി പോയിക്കോ. കറക്റ്റ് ആയിരിക്കും അത്. ഓക്കെ, പിന്നെ 57 സ്ക്വയർ ഒന്നും നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട. ഇനി ഒരു സംഖ്യയുടെ 4 മടങ്ങും 6 മടങ്ങും കൂട്ടിയപ്പോൾ 100 കിട്ടി. ഇതിനെ ഗണിതപരമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയാൽ മതി. നമുക്ക് ആദ്യം തന്നെ ഫോർമുലയുടെ കയ്യിൽ പോരും. ഒരു സംഖ്യയുടെ 4 മടങ്ങ്, സംഖ്യ 4 ആണെങ്കിൽ 4x. ആ സംഖ്യയുടെ തന്നെ 6 മടങ്ങ് 6x. അപ്പം 4xും 6xും കൂടി കൂട്ടി 10x. 10x കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 100 കിട്ടി. അപ്പം x എത്രയിടൂ? 10 അല്ലേ? 100/10 10 അല്ലേ? ഇനി എങ്കിൽ സംഖ്യയുടെ 3 മടങ്ങ് എത്ര? 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3x. എത്രയാണ് വരിക? 30. 3 × 10 30. ഈസി ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് പോന്നു. ഇനി ആഗസ്റ്റ് 1 ചൊവ്വാഴ്ചയാണെങ്കിൽ നവംബർ 30 ഏത് ദിവസമായിരിക്കും? കലണ്ടറുമായിട്ട് വരുന്ന കണക്കുകളോട് അതിനോട് ബന്ധപ്പെട്ട ടെക്നിക്സ് പറയാം. അപ്പോൾ നമുക്ക് ആഗസ്റ്റ് 1 ചൊവ്വാഴ്ചയാണ്. നവംബർ 30 എത്ര ദിവസമായിരിക്കും? ആദ്യം നോക്കേണ്ടത് ആഗസ്റ്റ് 1 നിന്ന് നവംബർ 30 എത്ര ദിവസമുണ്ട്. ആഗസ്റ്റ് 1 ഒഴിവാക്കി കൂട്ടണം കേട്ടോ. അപ്പോൾ ആഗസ്റ്റിൽ എത്ര ദിവസമുണ്ട്? ഇനി അതറിയണമെങ്കിൽ 30 31 അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതുവരെ ഈ വിരലുണ്ടായാൽ മതി. ഇതിൽ മുകച്ച് നിൽക്കുന്നതൊക്കെ 31, താഴത്ത് നിൽക്കുന്നതൊക്കെ 30. അപ്പോൾ ജനുവരി ഇങ്ങോട്ട് തുടങ്ങാം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്. ഈ മടങ്ങി വരുമ്പോഴേ 2 പ്രാവശ്യം ഇവിടെ കൊട്ടണം കേട്ടോ. ഇവിടെയൊക്കെ ഓരോ കൊട്ടി മതി. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂലൈ. ഇനി ഈ അവസാനത്തെ വിരലെത്തുമ്പോൾ ജൂലൈ, ആഗസ്റ്റ് 2 ചാട്ടം ചാടണം അവിടെ. അപ്പോൾ ജൂലൈയും ആഗസ്റ്റും 31. ജൂലൈയും ആഗസ്റ്റ് 31 ആണെങ്കിൽ ആഗസ്റ്റ് 1 ചൊവ്വാഴ്ചയാണെങ്കിൽ ആഗസ്റ്റ് മാസം തീരാൻ ഇനി 30 ദിവസം കൂടിയുണ്ട്. പക്ഷേ നവംബർ 30 എത്തിയിട്ടില്ല. ഇനിയുണ്ട്. സെപ്റ്റംബർ വരുന്നുണ്ട്. സെപ്റ്റംബർ എന്താ? ആഗസ്റ്റ് 31 അടുത്ത ചാട്ടം കണ്ട് താത്തയ്ക്കാം. സെപ്റ്റംബറിൽ 30 ഉള്ളൂ. കാരണം ആഗസ്റ്റിൽ 31 ഉണ്ട്. അപ്പോൾ സെപ്റ്റംബറിൽ 30 ദിവസം കൂടി കഴിയണം. ഇനിയും വരുന്നു ഒക്ടോബർ. സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബർ 31 അല്ലേ? ആ 31. അതും പോരെ, നവംബർ 30 വരെ എത്തണ്ടേ. അപ്പം നവംബറിൽ 30 ദിവസം. ഇതെല്ലാം കൂടി ഞാൻ കൂട്ടുക. 4 30 ഉണ്ട് 120, പിന്നെ ഒരു 1 ഉണ്ട് 121. എന്നിട്ട് ആഴ്ചയിൽ എത്ര ദിവസം? 7 ദിവസം അല്ലേ? ഈ 121നെ 7 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 1 7 ബാലൻസ് എത്രയാണ്? 5. അടുത്ത 1നെ ഇറക്കിയിടുക. 51 7 എത്ര പ്രാവശ്യം പോകും? 7 7 49. ശിഷ്ടം കിട്ടുമല്ലോ. ആ ശിഷ്ടം കിട്ടുന്ന നമ്പറിനെ നിങ്ങൾ ഓഡ് നമ്പർ എന്ന് വിളിക്കുക.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എന്ന് വിളിച്ചോ. ഓഡ് നമ്പർ എന്ന് വിളിക്കുകയാണ് നല്ലത്. എല്ലാവരും പറയാ നമ്പറാണ് ഓഡ് നമ്പർ എന്ന് വിളിക്കുക. എന്നിട്ട് ഈ ചൊവ്വാഴ്ചയോട് 2 കൂട്ടുക. അതെങ്ങനെയാണ് മാഷേ ചൊവ്വാഴ്ചയോട് 2 കൂട്ടുക? 2 ദിവസം കൂട്ടിക്കോടോ. അപ്പം ചൊവ്വാഴ്ച കഴിഞ്ഞാൽ ബുധനാഴ്ച, ബുധനാഴ്ച കഴിഞ്ഞാൽ വ്യാഴാഴ്ച. ആ വ്യാഴം എന്നാണ്ട് ഉത്തരം എഴുതുക. ആ 1 മാർക്ക് പോക്കറ്റിലിട്ടുണ്ട് പോരുക. ഇത്രയേ ഉള്ളൂ കലണ്ടർ. കലണ്ടറിൽ ഇങ്ങനെ ഒരു 8-9 ടെക്നിക്കേ ഉള്ളൂ. അത് പഠിച്ചാൽ കലണ്ടർ വഴിക്ക് പോരും. അത് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് പഠിക്കാം. 587 രൂപ സാധാരണ പലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിക്ഷേപിച്ചു. 2 തരത്തിലുള്ള പലിശ ഉണ്ടല്ലേ. സാധാരണ പലിശയുണ്ട്, കൂട്ടുപലിശയുണ്ട്. എന്താ കൂട്ടുപലിശയുടെ പ്രത്യേകത? പലിശയ്ക്ക് പലിശ കിട്ടും. പലിശയ്ക്ക് പലിശ കിട്ടും. അതായത് ഞാൻ 500 രൂപ നിക്ഷേപിച്ചു, അതിലെനിക്ക് 100 രൂപ കിട്ടി. അപ്പം 500ഉം 100ഉം കൂട്ടി 600-നാണ് ഞാൻ അടുത്ത പ്രാവശ്യക്ക് പലിശ കിട്ടുക. സാധാരണ പലിശയിൽ ആ ഏർപ്പാടില്ല. എത്രയാണോ നിക്ഷേപിച്ചതിന് ഓരോ വർഷവും പലിശ തരും. കൂട്ടുപലിശയും തരില്ല. അപ്പോൾ അതിവിടെ സാധാരണ പലിശ കണക്കാക്കുന്ന ബാങ്കിൻ്റെ കാര്യമാണ് കേട്ടോ ഈ പറയണത്. കൂട്ടുപലിശ ആകുമ്പോൾ വേറെ ഉണ്ട്. സാധാരണ പലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിക്ഷേപിച്ചു. 5 വർഷം പൂർത്തിയായപ്പോൾ പലിശയും മുതലും തുല്യമായി. മുതൽ നമ്മൾ പറയേണ്ട 100% നമുക്ക് തിരിച്ചു കിട്ടും അല്ലേ. പലിശയായിരിക്കും നമ്മൾ 100% തരില്ല. വർഷത്തിൽ ഇയർലി ആയിട്ടാണ്, വാർഷികമായിട്ടാണ് പലിശ കണക്കാക്കുക. അതായത് ബാങ്കിൽ 5% പലിശ എന്ന് പറഞ്ഞാൽ മക്കളെ എത്രയേ ഉള്ളൂ. 100-ന് 5 രൂപ തരും അവർ. നിങ്ങൾ 2000 രൂപ ഇട്ടിട്ടുണ്ട് വെച്ചാൽ 20 100-ൻ്റെ നോട്ടില്ലേ 2000-ൽ. ആ ഓരോ 100-നും 5 രൂപ തരും. 20 × 5. അപ്പോൾ അവരെത്ര തരും? 2000-ൽ 25 20 × 5 അവരെത്ര തരും? 100 രൂപ നിങ്ങൾക്ക് പലിശയായിട്ട് തരും. ഒന്നുകൂടി ഞാൻ പറയാം. 100-ന് എത്ര രൂപ തരും എന്നാണ്. ഓരോ 100-നും എത്ര രൂപ തരും എന്ന് പറയണതിനെയാണ് ഇൻട്രസ്റ്റ് പലിശ എന്ന് പറയുന്നത്. അത് വർഷത്തിന് കണക്കാക്കുമ്പോൾ വാർഷിക പലിശ. ബാങ്ക് പറയാണ് 5% പലിശയിൽ വെച്ചാൽ ഓരോ 100 രൂപയ്ക്കും അവർ നിങ്ങൾക്ക് പലിശയായിട്ട് 5 രൂപ തരും. അപ്പം നിങ്ങൾ 2000 രൂപ ബാങ്ക് കൊണ്ടിട്ടാൽ അതിൽ 20 100 ഉണ്ട്. ആ 20-നും 5 രൂപ തരും. 20 × 5 100 രൂപ നിങ്ങൾക്ക് തരും. ഇത്രയേ ഉള്ളൂ. അപ്പം മുതൽ എത്രയാണ്? 100%. അത് അടുത്ത വർഷവും 100%. സാധാരണ പലിശയാണ് കൂട്ടണത്. കൂട്ടുപലിശയാണെങ്കിൽ ആ മുതലിന് വേറെ മുതലായിട്ട് മാറി. ഇനി 5 വർഷം പൂർത്തിയായി. അപ്പോൾ പലിശയും മുതലും തുല്യമായി എന്ന് പറഞ്ഞാൽ 5 വർഷം കൊണ്ട് പലിശ 100%. ഇപ്പം പലിശയും മുതലും തുല്യമായി. അപ്പോൾ ഒരു വർഷത്തെ പലിശ എത്രയാണ്? 5 വർഷം കൊണ്ട് 100%. അപ്പോൾ ഒരു വർഷത്തെ പലിശ കിട്ടാൻ 100% ഹരിക്കണം 5 എത്രയാ? 20%. 20%ആണ് പലിശ. അപ്പോൾ 100 രൂപ ഒരു വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന പലിശ എത്രയാണ്? 100 രൂപയ്ക്ക് എത്ര കിട്ടുമെന്നാണ് പലിശ പറയുന്നത്? 20 രൂപയാണ്. കഴിഞ്ഞില്ലേ? ക്ലിയർ? എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഇതിൻ്റെ ബേസിക്സ് വേണമെങ്കിൽ പറയണം. അപ്പം നമുക്ക് ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യാം. 126 പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:5 ആണ്. എന്താ ഈ അംശബന്ധം എന്ന് പറഞ്ഞാൽ? ഭാഗം. ഇപ്പം സാധാരണ നമ്മൾ ഇഡ്ഡലിക്ക് എടുക്കുമ്പോൾ അല്ലേ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഒരു 3 ഗ്ലാസ് അരി എടുക്കുമ്പോൾ 1 ഗ്ലാസ് ഉഴുന്നെടുക്കും. അതായത് 3 ഭാഗം അരിയും 1 ഭാഗം ഉഴുന്നുമാണ്. അതാണ് 3:1. അപ്പം ഇവിടെ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും എടുക്കുമ്പോൾ 3 ഭാഗം പെൺകുട്ടികളാണ്. അതാണ് 3:5 എന്ന് പറഞ്ഞാൽ. തുല്യമായിട്ടുള്ള ഭാഗമാക്കിയാൽ അതിൽ 3 ഭാഗം പെൺകുട്ടികളാണ്, 5 ഭാഗം ആൺകുട്ടികളാണ്. ആ സ്കൂളിലെ കുട്ടികളെ മുഴുവൻ, അവിടെ ട്രാൻസ്ജെൻഡേഴ്സ് ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സ്കൂളിലെ കുട്ടികളെ മുഴുവൻ ഒരുമിച്ച് നിർത്തിയാൽ ആകെ 8 ഭാഗം. അപ്പോൾ ഓരോ ഭാഗത്തിലും ഇത്ര കുട്ടികൾ എന്നുണ്ടായിരിക്കും. അതിൽ 3 ഭാഗം പെൺകുട്ടികളും 5 ഭാഗം ആൺകുട്ടികളുമാണ്. ഇനി ഇവിടെ ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ എത്ര കൂടുതലാണ്? എണ്ണത്തിൻ്റെ കണക്കിലല്ലെങ്കിൽ നമുക്ക് ഭാഗത്തിൻ്റെ കണക്കിൽ പറഞ്ഞൂടെ? 5 ഭാഗം ആൺകുട്ടികളും 3 ഭാഗം പെൺകുട്ടികളുമാണെങ്കിൽ എത്ര കൂടുതലാണ്? 2 ഭാഗം കൂടുതലാണ്. ഈ 2 ഭാഗം കിട്ടിയാൽ മതി നമുക്കിനി. അതിന് ഈ 3 ഭാഗം പെൺകുട്ടികൾ എത്ര തന്നിട്ടുണ്ട്? 126. 3 ഭാഗം 126. അപ്പോൾ 1 ഭാഗം എന്ന് പറയുന്നത് 126/3 ആണ്. 42 എന്ന് വരും. 1 ഭാഗം എന്ന് പറഞ്ഞാൽ 126/3 42. അപ്പം 2 ഭാഗം, ആ കൂടുതലുള്ളത് എത്രയാണ്? 2 ഭാഗമാണ്. 2 × 1 ഭാഗം എന്ന് പറഞ്ഞാൽ 42 ആണ്. 2 × 42 എന്ന് പറഞ്ഞാൽ 84 ആണ്. ക്ലിയർ ആയല്ലോ?
അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബാക്കി പാർട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. 20 ചോദ്യങ്ങൾ അതിലുണ്ടായിരുന്നു. 75 ക്യൂബ് മൈനസ് 25 ക്യൂബ് ബൈ 75 സ്ക്വയർ പ്ലസ് 75 ഇൻറ്റു 25 പ്ലസ് 25 സ്ക്വയർ. ഇതെങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഇതൊക്കെ ആൾജിബ്രിക് ഐഡൻറ്റിറ്റിയാണ്. ഓർത്ത് വെക്കേണ്ട ഒരു ആൾജിബ്രിക് ഐഡൻറ്റിറ്റിയാണിത്. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് സമം എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയറാണ്. കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ടട്ടാ. എക്കും ബിക്കും ക്യൂബ് കൊടുത്തു, ബ്രാക്കറ്റിലില്ലേ? അതായത് എ മൈനസ് ബി ക്യൂബിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അത് വേറെ ഏട്ടാ, അത് വേ ഇത് റേ. എ മൈനസ് ബി ഹോൾ ക്യൂബും എ ക്യൂബ് മൈനസ് ബി ക്യൂബും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം, അത്തരം ഒരു കണക്ക് വരുമ്പോൾ. ഇത് എ ക്യൂബ് മൈനസ് ബി ക്യൂബിനെ കുറിച്ചിട്ടാണ്. എളുപ്പമാണ്. എ ക്യൂബ് ബി മൈനസ് ബി ക്യൂബ് വരുമ്പോൾ ഒരു എയിനെയും ബിനെയും പിടിച്ചിട്ട് എ മൈനസ് ബിനെ ബ്രാക്കറ്റിലാക്കി നിർത്തുക. പിന്നെന്ത് ചെയ്യുക? എ സ്ക്വയറും ബി സ്ക്വയറും രണ്ട് അറ്റത്തും കൊണ്ടേ നിർത്തുക. നടുവിൽ രണ്ടാളും കൂടി ചേർന്ന് എ ബിനെ നിർത്തുക. ഫോർമുലയായി എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് വരുമ്പോൾ ഇവിടെ മൈനസ് വരും, ഇവിടെ എല്ലായിടത്തും പോസിറ്റീവ്. ഇതന്നെ എ ക്യൂബ് പ്ലസ് ബി ക്യൂബാണ്. ഇവിടുത്തെ മൈനസ് പോയിട്ട് ഇവിടെ പ്ലസ് ആയാൽ അപ്പം ഈ ചങ്ങാതി എ പ്ലസ് ബി ആയി മാറും. ഇവിടെ എ സ്ക്വയറും ബി സ്ക്വയറും തന്നെ രണ്ടും പോസിറ്റീവ് തന്നെ. പക്ഷേ മൈനസിനെ എങ്ങനെ ഒഴിവാക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഈ ആൾജിബ്രിക് ഐഡന്റിറ്റി ഒന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് എന്ത് വിലയും കൊടുക്കാം. എക്ക് 4 കൊടുത്താൽ അവിടെ 4 ക്യൂബ് എന്ന് വരില്ലേ? അപ്പോൾ ഇവിടെയൊക്കെ 4 കൊടുക്കണം, ഇവിടെ 4 കൊടുക്കണം, ഇവിടെ 4 കൊടുക്കണം, ഇവിടെ 4 കൊടുക്കണം. ഇനി ബിക്ക് നിങ്ങൾ 2 ക്യൂബ് എന്ന് കൊടുത്താൽ ഇവിടെ 2 കൊടുക്കണം, ഇവിടെ 2 കൊടുക്കണം, ഇവിടെ 2 കൊടുക്കണം. അപ്പം 4 ക്യൂബ് മൈനസ് 2 ക്യൂബ് എന്ന് പറയുന്നത് എന്തായി? 4 മൈനസ് 2 ഇൻറ്റു 4 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 2 പ്ലസ് 2 സ്ക്വയർ എന്നായിട്ട് മാറി. ഇതിൽ ഏത് ആൾജിബ്രിക് ഐഡൻറ്റിറ്റിയാണ് ഇവിടെ വന്നത് നോക്കുക. ഒരു 9ഓളം ആൾജിബ്രിക് ഐഡൻറ്റിറ്റി ഉണ്ട്. അതിലിപ്പോൾ 2 നമ്മൾ കണ്ടത്, അല്ല ഒരു ടൈപ്പാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ വന്നിട്ടുള്ള ഏതാ? 75 എ ആണെങ്കിൽ 25 ബിയും ആണെങ്കിൽ നമുക്ക് 75 ക്യൂബ് മൈനസ് 25 ക്യൂബിന് എങ്ങനെ എഴുതാം? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണല്ലേ? 75 ക്യൂബ് മൈനസ് 25 ക്യൂബ്. അപ്പോൾ നമ്മൾ പഠിച്ച ഫോർമുല എന്താ? 75 മൈനസ് 25 അല്ലേ? എ മൈനസ് ബി അല്ലേ ആദ്യം വരിക? ഇൻറ്റു 75 എ സ്ക്വയർ പ്ലസ് എ ബി എന്ന് പറഞ്ഞാൽ 75 ഇൻറ്റു 25 പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 സ്ക്വയർ. ഇതന്നെയല്ലടോ ഈ അവതാരങ്ങളൊക്കെ ഇതിൽ വന്നിട്ടില്ലേ? 3 അവതാരങ്ങളാണുള്ളത് ഇതിൽ. 3 അവതാരം അവിടെ വന്നിട്ടില്ലേ? ഈ ഫോർമുലയ്ക്ക് എത്താൻ എന്ത് ചെയ്താൽ മതി? ഈ ചങ്ങാതിനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. പോലെ ഇവിടെ ഗുണിക്കാനുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ഹരിക്കാനായിട്ട് മാറില്ലേ? 75 ക്യൂബ് മൈനസ് 25 ക്യൂബ് ബൈ 75 സ്ക്വയർ പ്ലസ് 75 ഇൻറ്റു 25 പ്ലസ് 25 സ്ക്വയർ സമം ഇവിടെ ഇയാൾ മാത്രം ഒറ്റയ്ക്കായി. 75 മൈനസ് 25 എന്ന് പറഞ്ഞാൽ 50 അയ്യോ, ഇത്രയൊക്കെ ചെയ്യാനുണ്ട്. ഇത്രയൊന്നും ചെയ്യാനില്ല. ഈ ഫോർമുല കാണുമ്പോൾ തന്നെ അറിയാം. മുകളിൽ ആരാ? എ ക്യൂബ് മൈനസ് ബി ക്യൂബാ. അടിയിലാരാ? എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയറാ. ഈ ചങ്ങാതി ആരുടെ ഒപ്പം കിടക്കേണ്ട ആളാ? എ മൈനസ് ബിൻ്റെ ഒപ്പം ഗുണിക്കാൻ കിടക്കേണ്ട ആളാ. അയാൾ എവിടേക്ക് വന്നിരിക്കുന്നു? ഈ 75 ക്യൂബ് മൈനസ് 25 ക്യൂബിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. എന്നിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പം അവിടെ ആരാ ഒറ്റയ്ക്കുള്ളത്? ആ എ മൈനസ് ബി. 75 മൈനസ് 25 50 ആൻസറായി. ഓക്കെ, താങ്ക് യു. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള കമൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ കൂടുതൽ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒക്കെ നിങ്ങളുടെ കമൻറ്റുകൾ വരണം. മനസ്സിലാവാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.